Hi friends, നമ്മൾ ഇന്ന് പറയുന്നത് ദി വൗ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ കുറിച്ചാണ്. സ്റ്റോക്കിൻ്റെ പേര് വൗ എന്നൊന്നുമില്ല. 12 ട്രേഡിംഗ് ഡേയ്സിനുള്ളിൽ 63% റിട്ടേൺ കൊടുത്ത സ്റ്റോക്കാണ് ഇത് വൗ സ്റ്റോക്ക് എന്നുള്ള പേരിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇങ്ങനത്തെ സ്റ്റോക്കുകളെ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും, അങ്ങനത്തെ സ്റ്റോക്കുകളെ എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും കാതലായിട്ടുള്ള വശം. ഇങ്ങനത്തെ സ്റ്റോക്കുകളെ കണ്ടുപിടിക്കണമെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ധാരാളം റിസർച്ച് ചെയ്യുക. ഞാൻ ഒരു ദിവസം ഒരു 6 to 8 hours റിസർച്ചിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അത്ര ഞാൻ അത് റിസർച്ചുമായിട്ട് ഇരിക്കുന്ന വ്യക്തിയാണ്. എന്നെ കണക്ക് നിങ്ങൾക്ക് സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ സമയമില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ Eqtfx ട്രെൻഡ്സ് എന്ന് പറയുന്ന നമ്മുടെ റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സബ്സ്ക്രിപ്ഷൻ ബേസ് ആണ്. സബ്സ്ക്രിപ്ഷൻ ലിങ്ക് ഓൾറെഡി ഈ ചാനലിനോട് ഒപ്പമുണ്ട്. അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ലിങ്ക് നിങ്ങളുടെ അതിൻ്റെ അകത്ത് നിങ്ങളുടെ Eqtfx ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഓൾറെഡി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. എന്താണ് Eqtfx ട്രെൻഡ്സ് എന്ന് പറയുന്ന ചാനൽ? പ്യുവർലി ബേസ്ഡ് ഓൺ റിസൾട്ട് അനാലിസിസ് വീഡിയോസ് മാത്രമാണ് മെയിനായിട്ട് ഫോക്കസ്ഡ്. റിസൾട്ട് വന്നു ഏതാനും മണിക്കൂറിനുള്ളിൽ ആ വന്ന സ്റ്റോക്കുകളുടെ റിസൾട്ട് ബ്ലോക്ക് ബസ്റ്റർ ആണോ, ആവറേജ് ആണോ, മോശമാണോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ കഴിഞ്ഞ ആഴ്ച അവസാനിച്ച് ഈ റിസൾട്ട് സീസണിൽ Q2 റിസൾട്ട് സീസണിൽ നമ്മൾ 221 സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലാണ് 26 വീഡിയോസിൽ കൊടുത്തത്. അതിൻ്റെ അകത്ത് തന്നെ ബ്ലോക്ക് ബസ്റ്ററായിട്ട് 50-52 സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ കൊടുത്തു. ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് ഈ ഡീറ്റെയിലൊക്കെ ഗോൾഡ് മൈനാണ്. ശരിക്കും ചെയ്യാൻ അറിയാൻ പറ്റാത്ത ഒരാൾക്ക് എത്ര ഡീറ്റെയിൽ കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതാണ് സത്യമായിട്ടുള്ള കാര്യം. ചെയ്യാൻ അറിയാവുന്ന ആളിനെ സംബന്ധിച്ച് ഒരു സ്റ്റോക്ക് മതി ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ അറിയാൻ മേലാത്ത ഒരാൾക്ക് 1000 സ്റ്റോക്ക് നമ്മൾ കൈക്കൊണ്ട് കൊടുത്താലും അവർ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പഠനം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എടുത്തു പറയുന്നു, Eqtfx ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഒരു റെക്കമെൻഡേഷൻ ചാനലേ അല്ല. റിസൾട്ട് വന്ന് ഏതാനും മണിക്കൂറിനുള്ളിൽ ആ റിസൾട്ട് വന്ന സ്റ്റോക്ക് ബ്ലോക്ക് ബസ്റ്റർ ആണോ അല്ലയോ എന്നുള്ളത് ഡീറ്റെയിൽ സഹിതം എന്ന് വെച്ചാൽ ആദ്യം അനലൈസ് ചെയ്യും. അനലൈസിൻ്റെ ബേസിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കും. അത് ബ്ലോക്ക് ബസ്റ്റർ ആണോ, ആണെങ്കിൽ എന്തുകൊണ്ട് ബ്ലോക്ക് ബസ്റ്ററായി, എന്താണ് PAT, എന്താണ് ഗ്രോത്ത് കൊടുത്തതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ സഹിതം നമ്മൾ ഏതാനും മണിക്കൂറുള്ള വീഡിയോ റിലീസ് ചെയ്തിരിക്കും. ധാരാളം ആൾക്കാർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം. ശ്രദ്ധിക്കണം, ഇത് റെക്കമെൻഡേഷൻ ചാനലേ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്കുകളെ കുറിച്ച് ആധികാരികമായിട്ട് അറിവുള്ളവർക്ക് ഇതൊരു അക്ഷയഖനിയാണ്. പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടത്തുള്ളൂ. നമ്മളിന്ന് പറയാൻ പോകുന്ന സ്റ്റോക്ക്, ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ട് വന്ന അന്ന് തന്നെ ഏതാനും മണിക്കൂറിനുള്ളിൽ ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള ബ്ലോക്ക് ബസ്റ്റർ ഹെഡിങ്ങിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ Eqtfx ട്രെൻഡ്സിൽ വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ആ സ്റ്റോക്കിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ പഠിക്കുക എന്നുള്ളതാണ് അൺകോംപ്രമൈസിംഗ് ആയിട്ടുള്ള കാര്യം. നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കത്തില്ല, പഠിച്ചേ മതിയാക്കൂ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ റിസർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ Eqtfx ട്രെൻഡ്സിൽ കയറിയാൽ റിസൾട്ട് ടൈമിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ബസ്റ്റർ അനാലിസിസ് തന്ന ബ്ലോക്ക് ബസ്റ്റർ റിസൾട്ട് തന്ന സ്റ്റോക്കിനെ കുറിച്ചുള്ള റിസൾട്ട് അതിനെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള വീഡിയോസ് ഏതാനും മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താൻ അറിയാവുന്ന ആൾക്കാരെങ്കിൽ പ്രയോജനപ്പെടുത്താം. അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞില്ലേ, പഠിക്കുക എന്നുള്ള സംഗതി പഠിച്ചു കഴിഞ്ഞിട്ട് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. നമുക്ക് സ്റ്റോക്കിലേക്ക് കിടക്കാം. Hi friends, this video does not ensure any biased recommendations. ഓരോ ഫിലും നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. കാര്യം എനിക്കും മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. Now, see friends, നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന സ്റ്റോക്ക് റിസൾട്ട് വന്ന അന്ന് വൈകുന്നേരം ഏതാനും മണിക്കൂറിനുള്ളിൽ ഞാൻ Eqtfx ട്രെൻഡ്സിൽ ഷെയർ ചെയ്ത സ്റ്റോക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, Eqtfx ട്രെൻഡ്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ട്രേഡിംഗ് അറിയാവുന്നവരെ സംബന്ധിച്ചൊരു അക്ഷയഖനിയാണ്. കാര്യം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംരംഭം. കാര്യം റിസൾട്ട് വന്നു, നല്ല റിസൾട്ട് ആണെങ്കിൽ ആ നല്ല റിസൾട്ട് തരുന്ന സ്റ്റോക്കുകളെ ബ്ലോക്ക് ബസ്റ്റർ കാറ്റഗറി ആയിട്ട് തിരിക്കും, വെരി ഗുഡ് കാറ്റഗറി ആയിട്ട് തിരിക്കും. ഗുഡ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് ആ റിസൾട്ട്സ് മാത്രം ഷെയർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചാനലാണ് Eqtfx ട്രെൻഡ്സ്. ബേസിക്കലി റിസൾട്ട് ടൈമിലാണ് ഏറ്റവും കൂടുതൽ Eqtfx ട്രെൻഡ്സ് ചാനൽ വർക്ക് ചെയ്യുന്നത്. കാര്യം ഡെയിലി വീഡിയോസ്, ഡെയിലി എത്ര സ്റ്റോക്ക് വന്നാൽ എത്ര റിസൾട്ട് വന്നാലും അതിൻ്റെ അകത്തുനിന്ന് മണിക്കൂറോളം ഇരുന്ന് റിസർച്ച് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ച് മാത്രം, അതിനോടൊപ്പം തന്നെ വെരി ഗുഡ് റിസൾട്ട് കൊടുത്ത സ്റ്റോക്കുകളെ കുറിച്ച് മാത്രമുള്ള വീഡിയോസാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. എന്തുകൊണ്ട് ബ്ലോക്ക് ബസ്റ്റർ ആയി, എന്തുകൊണ്ട് വെരി ഗുഡ് ആയെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഷെയർ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ക്യാഷ് ഫ്ലോ, ഇൻക്ലൂഡിങ് ഡീറ്റെയിൽ അനാലിസിസ്. അതാണ് Eqtfx ട്രെൻഡ്സ്. ഞാൻ പറഞ്ഞല്ലോ, ചെയ്യാൻ അറിയുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊരു ഗോൾഡ് മൈനാണ്. നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ശരിക്കും ശ്രദ്ധിക്കണം, Eqtfx ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ ചാനൽ എന്ന് എടുത്തു പറയുന്നു. നിങ്ങളിത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ട്രെൻഡ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ Eqtfxനോട് അടുത്ത് തന്നെ നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ കാണാം. ജോയിൻ ബട്ടൺ വരെ ജോയിൻ ചെയ്യാം. അല്ല, ജോയിൻ ബട്ടൺ നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ
ഞാൻ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ല, ലിങ്ക് എവിടെ നിങ്ങൾക്ക് യൂട്യൂബിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ Eqtfx ട്രെൻഡ്സ് എന്ന പേരിൽ നമുക്ക് ടെലിഗ്രാം ചാനലുണ്ട്. Eqtfx ട്രെൻഡ്സ് യൂട്യൂബിൽ ഏത് സമയത്താണ് വീഡിയോ ലോഞ്ച് ചെയ്യുന്നത് അതേ സമയത്ത് തന്നെ ട്രെൻഡ്സിലും വീഡിയോ ലോഞ്ച് ചെയ്യായിരിക്കും. വിത്ത് മോർ ഇൻപുട്സ് ആണ് ട്രെൻഡ്സ് ടെലിഗ്രാം ചാനലിന്റെ വലിയൊരു പ്ലസ് പോയിന്റ്. ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ ചാനൽ എന്നെടുത്ത് പറയുന്നു. ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ബെഞ്ച് മാർക്സ് എന്ന പേരിൽ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മൾ നിഫ്റ്റി ചാർട്ട്സ് ഷെയർ ചെയ്യുന്നുണ്ട്, ബാങ്ക് നിഫ്റ്റി ചാർട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മൾ ബേസിക്കലി ബ്രേക്ക്ഔട്ട് ചാർട്ട്സ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ടില്ല, ഇതെല്ലാം ചാർട്ട്സ് മാത്രമായിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ബെഞ്ച് മാർക്സിൽ താല്പര്യമുള്ളവർക്ക് ബെഞ്ച് മാർക്സിൽ ജോയിൻ ചെയ്യാം. നമ്മൾ പറയാൻ പോകുന്ന കമ്പനിയുടെ പേര് IFGL റിഫ്രാക്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. 13 ഡേയ്സിൽ കൊടുത്ത റിട്ടേൺ 69 to 70% ആണ് കൊടുത്തിരിക്കുന്നത്. 13 ട്രേഡിംഗ് ഡേ കൊടുത്ത റിട്ടേൺ ആണ്. റിസൾട്ട് വന്ന അന്ന് വൈകുന്നേരം, അന്ന് രാത്രിയിൽ തന്നെ ഞാൻ ഈ സ്റ്റോക്ക് ബ്ലോക്ക് ബസ്റ്റർ കാറ്റഗറിയിൽ Eqtfx ട്രെൻഡ്സിൽ ഷെയർ ചെയ്ത സ്റ്റോക്കാണെന്ന് എടുത്തു പറയുന്നു. IFGL കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സോ IFGL റിഫ്രാക്ടറീസ് എന്ന് പറയുന്ന കമ്പനിയുടെ പേര്. മാർക്കറ്റ് ക്യാപ്പ് ക്ലോസ് ടു 3000 കോടിയുള്ളൂ. സ്റ്റോക്ക് PE 25.7. 805 വന്നതിന് ശേഷമാണ് ഞാൻ ഈ സ്റ്റോക്ക് ഷെയർ ചെയ്യുമ്പോൾ സംതിങ് അറൌണ്ട് 13-14 ഉണ്ടായിരുന്നുള്ളൂ സ്റ്റോക്ക് PE. ആൻഡ് ROC is 10.1%. ആൻഡ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈസ് എക്സലന്റ് 72.4. ഡെപ്റ്റ് വലുതായിട്ടില്ല, 186 crores ഡെപ്റ്റ് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കണം, നിങ്ങൾ ROCയും ROEയും നോക്കാൻ നേരത്തെ 10.1%ഉം 8.22%ഉമാണ് കമ്പനിയുടെ. വിത്ത് വെരി ഗുഡ് ബുക്ക് വാല്യൂ 290. ആൻഡ് സീ ദി റിസൾട്ട് പേജ്. ക്വാർട്ടർ റിസൾട്ട് നോക്കൂ നിങ്ങൾ. കഴിഞ്ഞ സെപ്റ്റംബറിൽ 343 കോടി ടോപ്പ് ലൈൻ, ഈ സെപ്റ്റംബറിൽ 456 കോടി ടോപ്പ് ലൈൻ. ശ്രദ്ധിക്കണം, ഡിസംബറിൽ ഒന്ന് താന്നിട്ട് 316 കോടിയിൽ നിന്ന് 368 കോടിയായിട്ട് കുതിച്ചുയർന്നു. അവിടെ നിന്ന് 424 കോടിയായി ടോപ്പ് ലൈൻ, അവിടെ നിന്ന് 456 കോടി ടോപ്പ് ലൈനായി. ദാറ്റ് മീൻസ് കഴിഞ്ഞ 4 ക്വാർട്ടറായിട്ട് ടോപ്പ് ലൈൻ ഗ്രോത്ത് വാസ് ഫിനോമിനലാണ് ശരിക്കും. അത് തന്നെയാണ് ഈ 456 എന്ന് പറയുന്നത്. കഴിഞ്ഞ 13 ക്വാർട്ടറിലെ ടോപ്പസ്റ്റ് പെർഫോമൻസ് ആണ് കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. നൗ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒക്കെ കഴിഞ്ഞ സെപ്റ്റംബറിൽ 36 കോടി, ഒന്ന് ചെറുതായിട്ട് ഡൗൺ ആയി ജൂണിൽ. ഡിസംബറിൽ അതിനുശേഷം കുതിച്ചു വരുന്നു. 44-48 48-56 56-68. സി ദി പെർഫോമൻസ്. 4 ക്വാർട്ടറിലെ പെർഫോമൻസ് ഒക്കെ 4ാമത്തെ ക്വാർട്ടറിൽ ഇരട്ടിയായി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ആൻഡ് ദാറ്റ് ഈസ് ദ ടോപ്പസ്റ്റ് ഇൻ 13 ക്വാർട്ടേഴ്സ്. വിത്ത് OPM സ്റ്റേബിൾ പെർസെൻറ്റേജ് ആണ്. 16-17% അടുത്ത് തന്നെ 15% സ്റ്റേബിൾ പെർസെൻറ്റേജ് ആണ് പെർഫോമൻസ് കൊടുത്തിരിക്കുന്നത്. നൗ P&L അക്കൗണ്ട് നോക്ക്. കഴിഞ്ഞ മാർച്ച് 2022 2021 1,022 കോടി ടോപ്പ് ലൈൻ, അത് 22 1,260 23 1,386 ആൻഡ് ട്രെയിലിംഗ് 12 months 1,563 ശരിക്കും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്ക്. 21 157 കോടി, 22 ഒന്ന് ഡൗൺ ആയിപ്പോയി 143 കോടി, 23 വീണ്ടും അത് 153 തിരിച്ചു വന്നു. ആൻഡ് ട്രെയിലിംഗ് 12 months ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 206 കോടി വന്നിട്ടുണ്ട്. ആൻഡ് വിത്ത് OPM പെർസെൻറ്റേജ് 13%. ബാലൻസ് ഷീറ്റ് നോക്കുക നിങ്ങൾ. സ്റ്റേബിൾ ഇക്വിറ്റി ക്യാപിറ്റൽ ഡൈലൂഷൻ വന്നിട്ടില്ല, 36 crores ആണ്. ആൻഡ് റിസർവ് വന്നിട്ട് കൂടിയിട്ടുണ്ട് 1011. ആൻഡ് അതർ ലൈബിലിറ്റി ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആണ് ശരിക്ക്. ആൻഡ് ഫിക്സഡ് അസറ്റ് 500 കോടി. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് 46-47 കോടിയായി. ഇൻവെസ്റ്റ്മെന്റ് 121, അതര 748 നിന്ന് 817 ആയിട്ട് കൂടി. ആൻഡ് ലിക്വിഡിറ്റി പൊസിഷൻ തന്നിരിക്കുന്നത് ക്രെഡിറ്റ് ഏജൻസി ആണ്. സ്ട്രോങ് ലിക്വിഡിറ്റി പൊസിഷൻ ആണ് കമ്പനിക്ക്. കാര്യം കമ്പനി ഹാസ് എ ലാർജ് ഫ്രീ ക്യാഷ് ബാലൻസ് കയ്യിലുണ്ട്. ലിക്വിഡ് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഫോർ അറൌണ്ട് 112 crores. എക്സലന്റ് കാശാണ് കയ്യിലുള്ളത് കമ്പനിയെ സംബന്ധിച്ച്. ആൻഡ് കപ്പാസിറ്റി എക്സ്പാൻഷൻ കമ്പനിയുടെ ഒഡീഷ പ്ലാന്റിൽ ഓൾറെഡി 59 crores ആയി കഴിഞ്ഞു. കാൻല പ്ലാന്റിലെ 50 crores, വിശാഖപട്ടണം പ്ലാന്റിലെ 69 crores. കൺസോളിഡേറ്റഡ് പെർഫോമൻസ് ആണ്. ടോട്ടൽ റവന്യൂ Q2 345 crores കഴിഞ്ഞ കൊല്ലം, അത് 459 ആയി. എബിറ്റ 38 71 ആയി. PAT 19 to 38 നോക്കണം, ഒരു കൊല്ലം കൊണ്ട് ഇരട്ടിയായി PAT. എബിറ്റ മാർജിൻ 11 to 15.6% ആൻഡ് PAT മാർജിൻ 5.6 to 8.3%. ഹാഫ് ഇയർലി H1 ടോപ്പ് ലൈൻ 705 to 886, എബിറ്റ 73 to 131. സി എബിറ്റ ഓൾമോസ്റ്റ് 2x ആണ് ഗ്രോത്ത് വന്നിരിക്കുന്നത്, 80% ഗ്രോത്ത്. ആൻഡ് PAT വന്നിട്ട് 99% ഗ്രോത്താണ് H1 വേഴ്സസ് കഴിഞ്ഞ കൊടുത്ത H1. എബിറ്റ മാർജിൻ 450 BPS, PAT 280 BPS, 4.87.6. കൺസോളിഡേറ്റഡ് P&L അക്കൗണ്ട് നോക്ക് നിങ്ങൾ. H1 വേഴ്സസ് കഴിഞ്ഞ കൊടുത്ത H1 നോക്ക്. ടോപ്പ് ലൈൻ 26%, എബിറ്റ 79%, PBT 116%, PAT 99%. എന്താ ഗ്രോത്ത് അല്ലേ? ബ്യൂട്ടിഫുൾ ഗ്രോത്ത്.
ആൻഡ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് നോക്കണം. മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് 35,68,000 നിന്നും ലേറ്റസ്റ്റ് വന്നിട്ട് 40,49,000 സംതിങ് അറൗണ്ട് 5 ലക്ഷം സ്റ്റോക്കാണ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് കൂടിയിരിക്കുന്നത് ഈ കമ്പനിയുടെ. ആൻഡ് ഇതാണ് ടെക്നിക്കൽ ചാർട്ടാണ്. റിസൾട്ട് വന്ന ദിവസം നവംബർ മാസം 2-ാം തീയതി 485 ക്ലോസ് ചെയ്ത സ്റ്റോക്ക് ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ദിവസം 21 നവംബറിൽ ഹൈ ഹിറ്റ് 817 രൂപയാണ്. ദാറ്റ് മീൻസ് 13 ട്രേഡിംഗ് ഡേയിലെ റിട്ടേൺ 68.17%. ഫാബുലസ് റിട്ടേൺ എന്ന് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും അല്ലേ റിട്ടേൺ എന്ന് പറയുന്നത്. കാര്യം എന്താ, ബ്ലോക്ക് ബസ്റ്റർ ഫണ്ട പെർഫോമൻസ് കൊടുത്ത കമ്പനിയാണ്. അനാലിസിസ് തറവായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ബ്യൂട്ടിഫുള്ളി സക്സസ് ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠനം അത്യാവശ്യമാണ്. റിസർച്ച് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ മണിക്കൂറോളം ഇരുന്ന് റിസർച്ച് ചെയ്യുക, സ്റ്റോക്കുകളെ കണ്ടുപിടിക്കുക. തീർച്ചയായും ഇങ്ങനത്തെ സ്റ്റോക്കുകളെ കണ്ടുപിടിച്ചായിരിക്കും ഒരു സംശയം വേണ്ട. അല്ല സമയമില്ലെങ്കിൽ Eqtfx ട്രെൻഡ്സിൽ റിസൾട്ട് വന്ന അന്ന് തന്നെ ഏതാനും മണിക്കൂറിനുള്ളിൽ ബ്ലോക്ക് ബസ്റ്റർ റിസൾട്ട് തന്ന സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ കിട്ടും. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. എടുത്തു പറയുന്നു Eqtfx ട്രെൻഡ്സ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ ചാനൽ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.